وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ നമ്മുടെ ജമാഅത്തിന്റെ ഖതീബ് ഉസ്താദ് ദാരിമി ഉസ്താദ്, അതുപോലെ മറ്റുള്ള രാജകീയ മറ്റുള്ള നേതാക്കളെ നീട്ടിയിട്ട് സംസാരിക്കുന്നില്ല. നമ്മളെ മക്കളെ പരിപാടിയും അവരെ പ്രൈസ് വാങ്ങലുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അല്ലാഹു നമ്മുടെ ഈ പരിപാടി സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മെദു മദനി ഉസ്താദിനെ കൂടുതലായി ഉസ്താദിന്റെ പേരിനെക്കാളും കൂടുതൽ ഉസ്താദ് ഉള്ളാളെന്ന് പഠിക്കുന്ന സമയം മുതൽക്ക് തന്നെ അറിയപ്പെടുന്ന പേരാണ് മെദു മദനി എന്നുള്ള പേര്. നല്ല എഴുത്തുകാരനും ചിന്തകനുമാണ്. ഈ രൂപത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നല്ലവണ്ണം കഷ്ടപ്പെടേണ്ടി വരും എന്നതിൽ സംശയമില്ല. അൽഹംദുലില്ലാഹ് ഉസ്താദിന്റെ ഈ അഭിവൃദ്ധിയും ഉയർച്ചയും ഒക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളൊക്കെ സ്മാർട്ടാക്കാനുള്ള ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ രക്ഷിതാക്കളും ഓരോരുത്തർക്ക് കഴിയുന്ന രൂപത്തിലൊക്കെ നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളുടെ മതഭൗതിക വിദ്യാഭ്യാസം ചെറിയ പ്രായത്തിൽ തന്നെ ഏതെങ്കിലും ഒരു രൂപത്തിൽ മക്കളെ വളർത്തുന്നതിന് പകരം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്ന രൂപത്തിൽ തന്നെ ചെറിയ മക്കളെ കൊണ്ട് ഏതെല്ലാം രൂപത്തിൽ ഓരോ ദിക്റുകൾ നമുക്കറിയാം. നമ്മുടെ പരിശുദ്ധമായ ദീന് വലിയ അദബ് കൽപ്പിക്കുന്ന മതമാണ്. ഓരോ വിഷയങ്ങളിലും നമ്മുടെ മദ്രസയിലൊക്കെ മക്കൾക്ക് പാഠമെടുത്തു കൊടുക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാകുന്നത് ഓരോ വിഷയങ്ങളിലും വെറും ഒരു നിസ്കാരം അല്ലെങ്കിൽ മറ്റുള്ള ഇബാദത്തുകൾ മാത്രമല്ല, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം, അവന്റെ ഒരു സുബഹി ഏത് രൂപത്തിലാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ അവന്റെ ഉറക്കിൽ നിന്ന് അവൻ ഉണരുമ്പോൾ ഏത് രൂപത്തിലാണ് ഉണരേണ്ടത്, ഏത് രൂപത്തിലാണ് അവൻ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങേണ്ടത്, ഇങ്ങനെ ഉറക്കിൽ നിന്ന് ഉണർന്ന് അവന് ഉറങ്ങുന്നത് വരെ ഓരോ കാര്യങ്ങളും പള്ളിയിൽ പോകുമ്പോഴാവട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാവട്ടെ, എന്തിനേറെ ടോയ്ലറ്റിൽ വരെ പോകുന്നത് വരെ പരിശുദ്ധമായ ഇസ്ലാം ഇബാദത്തായി മാറ്റിയ ഒരു മതമാണ് പരിശുദ്ധമായ ദീൻ. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന നമ്മുടെ മക്കള് ആ രൂപത്തിൽ അവരുടെ ചെറിയ പ്രായത്തിൽ നല്ല മെമ്മോറി, നല്ല പവറുള്ള ആ സമയത്ത് തന്നെ അവരെ കൊണ്ട് ഒരുപാട് ദിക്റുകളും ഖുർആനുകളും അതുപോലെ തന്നെ വാപ്പ ഉമ്മ ഉസ്താദന്മാരൊക്കെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു വലിയ രൂപത്തിൽ അവരെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ഈ പ്രസ്ഥാനം, ഈ സ്ഥാപനം, ഈ വളർച്ച ഇതിനേക്കാളും കൂടുതലായി കാണാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിക്ക് ഒരുപാട് ആളുകളൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്ത് സന്തോഷത്തോടു കൂടി പിരിയാമെന്ന് അറിയിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് മിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ മിൻ ശർരി النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മഹാന്മാരായ സാദാത്യങ്ങൾ ഉലമാക്കൾ പ്രത്യേകിച്ച് ഈ മാസം അനുസ്മരിക്കുന്ന മഹാനായ സുൽത്താൻ ആരിഫ് തങ്ങൾ അതുപോലെയുള്ള എല്ലാ മഹാന്മാരുടെ പേരിൽ 11 തഹ്ലീൽ ചൊല്ലിട്ട് ഇൻഷാ അല്ലാഹ് അഫ്ളൽ الذിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 إن شاء الله നമ്മളെ മദക്കയിൽ എല്ലാ വർഷവും വിപുലമായ രൂപത്തിൽ ജലാലിയ റാത്തീബിന്റെ ഒരു മജ്‌ലിസ് നടക്കും. ഈ കൂട്ടത്തിലൊക്കെ ഒരുപാട് ആളുകൾ വന്നവരൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പ്രാവശ്യം 7ാമത്തെ ജലാലിയ വാർഷികം ഈ വരുന്ന ഡിസംബർ 20-ാം തീയതി വെള്ളിയാഴ്ച ശനിയാഴ്ച രാത്രി നടക്കും. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും അതുപോലെ ഉമ്മമാരും സഹോദരിമാരൊക്കെ ആ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ലാഹു മഹാന്മാരെ സ്നേഹിച്ച് നാളെ അവരെ കൂടെ സ്വർഗ്ഗത്തിൽ എത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. الحمد لله رب العالمين حمدا يوافي ويعفو ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم له صلاة تنجينا بها من جميع الأحوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها إنك إلى الدرجات وتبلغنا بها قصى الغايات من جميع الخيرات في الحياة بعد الممات أرحم الراحمين يا ملك الجبار يا رجاء റഹ്മാനെ ഒരുപാട് നേരം ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ ഈ കൂടലും പിരിയലുമൊക്കെ സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഇവിടുന്ന് സംസാരിച്ചതും ഇവിടുന്ന് പറഞ്ഞതും ഇവിടുന്ന് കേട്ടതും പ്രത്യേകിച്ച് ഞങ്ങളെ ചെറിയ ചെറിയ പിഞ്ചോമന മക്കളവരെ വായിൽ നിന്ന് വന്ന മധുഹുകളും മറ്റുള്ള കാര്യങ്ങൾ എല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ പറഞ്ഞു ഓതിയതിന്റെ മദീനയിൽ കിടക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവിടുത്തെ ഹദ്റത്തിലേക്ക് ഞങ്ങൾക്ക് പലവട്ടം എത്താനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. പരിശുദ്ധ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മറ്റുള്ള അംബിയാക്കൾ ഔലിയാക്കൾ മഹാന്മാരായ ബദരീങ്ങൾ ബദർ ശുഹദാക്കൾ ജന്നത്തുൽ ബഖീലും ജന്നത്തുൽ മുഅല്ലയിലുമുള്ള മഹാന്മാരായ അസ്ഹാബ് അസ്വാജ് പ്രസവനെ ലോകമെമ്പാടുമുള്ള അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ അവരുടെ ഹദ്റത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന എല്ലാ ആൺപെണ്ണ് ചെറിയ വലിയ എല്ലാവരുടെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഈ സദസ്സിലുള്ള ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരെ ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെ ഖബർ നീ സ്വർഗ്ഗമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെ ഖബർ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവരിൽ ആരെങ്കിലും നല്ല വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ മഹളായ ഫദ്ലിനെ നീ ഉയർത്തി കൊടുക്കണം അല്ലാഹ്. ഖിയാമത്ത് നാൾ വരെ ഖബറിൽ നല്ല വെളിച്ചവും സന്തോഷവും നൽകണം റഹ്മാനെ. നാളെ ഞങ്ങൾ മരിച്ചു കിടന്നാലും ഞങ്ങൾക്ക് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു ബന്ധങ്ങൾ ഒരു കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കണം അല്ലാഹ്. ആ രൂപത്തിലുള്ള മക്കളാക്കണം റഹ്മാനെ. പഠിച്ചവനെ ഇതുപോലെയുള്ള സ്കൂളിലേക്ക് അയക്കുന്നത് നിങ്ങളുടെ മക്കളൊക്കെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടുന്ന മക്കളാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവേ ആ കൂട്ടത്തിൽ ഇവിടെയുള്ള എല്ലാ മക്കളൊക്കെ നീ പുറത്തണം റഹ്മാനെ. മക്കളെ കൊണ്ട് സന്തോഷം കിട്ടുന്നവരാക്കണം അല്ലാഹ്. എത്രയോ ആളുകൾ മക്കളെ വിഷയങ്ങൾ വലിയ വിഷമങ്ങളായി പ്രയാസങ്ങളായി ടെൻഷനുകളായി മാനസിക രോഗങ്ങളായി മാറുന്ന രൂപത്തിൽ പ്രസവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥ നീ കാക്കണം റഹ്മാനെ.
കൊടുത്തതിൽ എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ കുറവാവാതെ ജീവിക്കണം. ദമ്പതികൾക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. ഗൾഫ് നാടുകളിൽ കഴിയുന്ന ഭർത്താക്കന്മാർ, മക്കൾ, സഹോദരങ്ങൾ ഖൈറ് ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിനൊരു ദുഷ്പേര്, ഞങ്ങളെ സഹോദരിമാരെ കൊണ്ട് ഞങ്ങൾക്കൊരു ദുഷ്പേര്, ഞങ്ങളെ ഭാര്യമാരെ കൊണ്ട് ഞങ്ങൾക്കൊരു വേണ്ടാത്തൊരു പേര് നീ നൽകല്ല റഹ്മാനെ. എല്ലാവർക്കും പടച്ചവനെ നിന്റെ പേടി നൽകണം അല്ലാഹ്. നല്ല ദീനി ബോധം നൽകണേ അല്ലാഹ്. ആഖിറം ചിന്തിച്ച് ജീവിക്കുന്നവരാക്കണേ അല്ലാഹ്. മരണമുണ്ടെന്ന തോന്നൽ ചിന്ത ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ ദുനിയാവ് ശാശ്വതമല്ലെന്നുള്ള ചിന്ത ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആഖിറത്തിലേക്ക് വേണ്ടി സമ്പാദിക്കുന്നവരാക്കണേ അല്ലാഹ്. ആഖിറം മറന്ന് നിന്നെ മറന്ന് തങ്ങളെ മറന്ന് സ്വാലിഹീങ്ങളെ മറന്ന് ഒരു ജീവിതം ആക്കി കളയല്ല റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾ പൊറുക്കണം അല്ലാഹ്. ഈമാൻ ഊരി പോകുന്ന വാക്ക് പ്രവർത്തനങ്ങൾ ഞങ്ങളിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാക്കല്ല അല്ലാഹ്. മരിക്കുന്ന സമയത്ത് കലിമക്ക് തടസ്സം നൽകുന്ന വാക്കോ ചിന്തയോ പ്രവർത്തനങ്ങളോ ഞങ്ങളിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടാക്കല്ല അല്ലാഹ്. ഒരു ബിദ്അത്തിലോ ഒരു കുഫറിലോ ഒരു നിഫാഖിലോ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. നീ നൽകിയ ഈമാൻ മരിക്കുന്നത് വരെ നിലനിർത്തി മരിക്കുന്ന സമയത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെ കൊണ്ട് ഒരാൾക്കും ഒരു പ്രയാസമില്ലാതെ വേദനയില്ലാതെ ബേജാറില്ലാതെ ഞങ്ങളെ പെരുമാറ്റങ്ങളൊക്കെ നന്നായ രൂപത്തിൽ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഇടപാട് നന്നാക്കണേ അല്ലാഹ്. ഒരു ഹറാമ് ഞങ്ങളിലോ മക്കളിലോ നീ എത്തിക്കല്ല റഹ്മാനെ. ഹറാമ് ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ല അല്ലാഹ്. ഹലാല് കൊണ്ട് ഞങ്ങളെ മതിയാക്കണേ അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ ഫളീഹത്താക്കല്ല അല്ലാഹ്. ഐബാക്കല്ല അല്ലാഹ്. കുറവാക്കല്ല അല്ലാഹ്. ഞങ്ങളാരെങ്കിലും ഫളീഹത്താക്കാൻ നടക്കുന്നെങ്കിൽ അല്ലാഹു അവർക്ക് നല്ല മനസ്സ് നീ കൊടുക്കണേ റഹ്മാനെ. അവരെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സാഹിരീങ്ങൾ, മാകിരീങ്ങൾ, ഹാസിദീങ്ങൾ, മുബ്തദീങ്ങൾ, മുഫ്സിദീങ്ങൾ, മുനാഫിഖീങ്ങൾ ശർറിൽ നിന്ന് കാക്കണം റഹ്മാനെ. നല്ലത് ചിന്തിച്ച് നല്ലത് പ്രവർത്തിച്ച് അവസാനം ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് നല്ല സമയത്ത് ഹബീബായ തങ്ങളെ കണ്ടു സ്വർഗ്ഗം കണ്ടു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടി ഉമ്മമാർ, സഹോദരിമാർ, അവർക്ക് നീ ബർക്കത്ത് ചെയ്യ് റബ്ബേ. എന്തെല്ലാം മനസ്സിൽ അലട്ടുന്ന വിഷമങ്ങൾ മാറ്റി കൊടുക്കുക അല്ലാഹ്. എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട് അതെല്ലാം നീ ഹസ്സനാക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് മദീനയെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളൊക്കെ ആലിമീങ്ങളാക്കണേ അല്ലാഹ്. മക്കളൊക്കെ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. മക്കളൊക്കെ ദീനിനും ദുനിയാവിനും സമുദായത്തിന് ഉപകാരം കിട്ടുന്ന രൂപത്തിലാക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഉലമാക്കളും സാദാത്യങ്ങളും പ്രവർത്തകരും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഇതുപോലെ നിന്റെ സ്വർഗ്ഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. സിദ്ദീഖ് മദനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിസ്ഡമെന്ന ഈ സംരംഭം ഓരോ ദിവസവും അഭിവൃദ്ധിയിലും ഉയർച്ചയുമാക്കണേ അല്ലാഹ്. ഇതുകൊണ്ട് ധാരാളം ആളുകൾക്ക് നാഫിയായ ഇൽമു കിട്ടുന്ന ഒരു സംരംഭമാക്കണം റഹ്മാനെ. ഇവിടെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും നല്ല ഓർമ്മശക്തി, നല്ല ബുദ്ധിശക്തി, നല്ല സ്വഭാവം നീ നൽകണം റഹ്മാനെ. നീ നൽകണം റഹ്മാനെ. നീ നൽകണേ റഹ്മാനെ. ഞങ്ങളെ മക്കൾക്കും നൽകണം അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم. تب علينا انك انت التواب الرحيم. بحق يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത്. അസ്സലാമു അലൈക്കും.